Hi, I'm Sharath. All of you welcome to an introduction to Indian polity for civil service examination. In the previous session, we have discussed some of the important concepts in Indian polity or generally political system. I suggest you to continue with this session only if you got those concepts very clear, because this session is a continuation of the previous one. നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് as you can see in the slide, we have to discuss about Indian polity, then Indian constitution, then working of the constitution. വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയണം, ഗവേണൻസ് എന്താണെന്നതിനെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് പറയണം. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസിൽ വരുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. നമ്മൾ ഈ സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഗവൺമെൻറ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. If you got a clear understanding about what we are discussing today, you will get a clear edge on other aspirants. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത് വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക, ഈ കൺസെപ്റ്റുകളൊക്കെ വളരെ ക്ലിയർ ആക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നതിനെക്കുറിച്ചാണ് തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ളത്. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരുന്നതല്ല. അത് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ ത്രൂ ഏജസ്. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്ന ഒരു സിസ്റ്റമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ. തുടക്കകാലങ്ങളിൽ മനുഷ്യൻ നൊമേഡിക് ആയിരുന്നു. വനങ്ങളിൽ കിട്ടുന്നത് ഭക്ഷിച്ച് എവിടെയാണ് കിടന്നുറങ്ങാൻ സാധിക്കുന്നത് അവിടെ കിടന്നുറങ്ങി അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നതാണ് മനുഷ്യൻ. നൊമേഡിക് ആയിരുന്നു. പിന്നെ നൊമേഡിക്കായ മനുഷ്യൻ ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. പല കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് ജീവിച്ചാൽ അവൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ തന്നെ ഒരു ഫാമിലിക്കും അവരുടെ എല്ലാ നീഡ്സും ഒരു ഫാമിലിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഗ്രാജുവലായിട്ട് അതൊരു സൊസൈറ്റി ആയിട്ട് രൂപപ്പെട്ടു വരികയാണ്. നമുക്കറിയാം സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ്സ് എ വെബ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്, അല്ലേ? ഒരുപാട് സോഷ്യൽ ഇൻട്രാക്ഷൻസിൻ്റെ ഒരു വെബാണ്, ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ സൊസൈറ്റിയിൽ ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഡെവലപ്പ് ചെയ്തു വരും. ഈ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളത് ആ സൊസൈറ്റിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഒരു ഏജൻസി ആവശ്യമാണ്. ആ ഏജൻസിക്ക് അതോറിറ്റിയും ആവശ്യമാണ്. അങ്ങനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഫോർ ദ ഇൻ്റലിജൻറ്റ് സൂപ്പർവിഷൻ ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ സൊസൈറ്റി. സ്റ്റേറ്റ് ഈസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ദ ആസ്പെക്ട് ഓഫ് പവർ. പവർ എന്ന് പറയുന്ന ആസ്പെക്ട് മാത്രമാണ് സ്റ്റേറ്റിൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. ഹൂ കൺട്രോൾസ് വാട്ട്? ഓക്കെ, അപ്പോൾ സ്റ്റേറ്റിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ്സ് എ ലാർജസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് എ സൊസൈറ്റി. ആ നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു റീസെൻറ്റ് ഫിനോമിനാണ്. മോഡേൺ ടൈപ്പ് ഓഫ് നാഷണൽ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അത് യൂറോപ്പിലാണ് ഈ കൺസെപ്റ്റ് രൂപപ്പെട്ടു വന്നത്. ഒരു നാഷണൽ സ്റ്റേറ്റിന് കൃത്യമായിട്ടൊരു ടെറിട്ടറിയും അതിനൊരു ബൗണ്ടറിയും അതിൻ്റെ അകത്ത് കൃത്യം പോപ്പുലേഷനും ഉണ്ടായിരിക്കും. പിന്നെ ഇതിനെല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് എ സോവറൈൻ ഗവൺമെൻറ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഗവൺമെൻറ് എന്നുള്ളത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓതറൈസ്ഡ് ടു റൺ ദ സ്റ്റേറ്റ്, അല്ലേ? There is no complete meaning for a state without a government. Vice versa. അതായത് ഗവൺമെൻറ് ഇല്ലാതെ സ്റ്റേറ്റിന് മീനിങ് ഇല്ല, സ്റ്റേറ്റ് ഇല്ലാതെ ഗവൺമെൻറ്റിന് മീനിങ് ഇല്ല. UK, ഫ്രാൻസ് ഇതൊക്കെയാണ് ആദ്യമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന മോഡേൺ ടൈപ്പ് ഓഫ് നാഷണൽ സ്റ്റേറ്റുകളെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ ഈ സെഷൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മളുടെ സബ്ജക്റ്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എന്നുള്ളതാണ്. ഇതിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം: യൂണിറ്ററി ആൻഡ് ഫെഡറൽ. എന്താണ് യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത്? യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കയ്യിലായിരിക്കും കംപ്ലീറ്റ് പവർ എന്ന് പറയുന്നത്. ഓൾ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ വൺ സെൻട്രൽ അതോറിറ്റി. പക്ഷേ ലാർജ് ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ ഈ കൺട്രോള്
എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെറിട്ടറി ഡിവൈഡ് ചെയ്ത് ഓരോന്നും ഓരോ ഗവൺമെൻറ്റുകൾ കീഴിൽ കൊണ്ടുവരും. പക്ഷേ ഈ ഗവൺമെൻറ്റുകളെല്ലാം ഈ സെൻട്രൽ അതോറിറ്റിയുടെ ഏജൻറ്റുകളായിരിക്കും. ഇതാണ് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഫെഡറൽ സിസ്റ്റം അങ്ങനെയല്ല. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഫോർ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദയർ റിസോഴ്സസ് ഒന്നു ചേരുകയും ഒരു സിംഗിൾ സ്റ്റേറ്റായി മാറുകയും ചെയ്യും. പക്ഷേ ഇൻ ഓർഡർ ടു റീറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് സോവറിനിറ്റി എല്ലാ കംപ്ലീറ്റ് അതോറിറ്റിയും ഒരു ഫെഡറൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കില്ല. ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ എന്താണോ ഫെഡറൽ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ളത് ആ പവറുകൾ മാത്രമാണ് ഈ യൂണിറ്റുകൾ കൊടുക്കുക. ദേ ആർ നോട്ട് ദ ഏജൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഫെഡറൽ സ്റ്റേറ്റ്. ഈ രണ്ട് വ്യത്യാസവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫെഡറൽ സ്റ്റേറ്റിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു 3 അഡ്ജസൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. അതിലൊരു സ്റ്റേറ്റിൽ നല്ല അഗ്രികൾച്ചറൽ ഫീൽഡുണ്ട്, പുഴ ഒഴുകി പോകുന്നുണ്ട്. വേറൊരു സ്റ്റേറ്റിൽ പ്രധാനമായിട്ട് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അയൺ മൈനാണ്. ഒരുപാട് ഇരുമ്പ് അവർക്ക് മൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. വേറൊരു രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗോൾഡ് മൈനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ അവർക്ക് അവരുടേതായ യുണീക്കായിട്ടുള്ള സ്ട്രെങ്ത്തുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ, എന്നിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനെ രൂപീകരിച്ച് അതിന് വേണ്ട പവറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ സാധിക്കും. ഇതാണ് ഒരു ഫെഡറേഷൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 2 ടൈപ്പാണ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്, യൂണിറ്ററി സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ സ്റ്റേറ്റ്. പ്രധാനമായിട്ടും ഫെഡറൽ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് ഈ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. വേറൊന്ന്, ടു അക്കോമഡേറ്റ് ദ റീജിയണൽ ഡൈവേഴ്സിറ്റി. ഒരു ഡിഫറെൻറ്റ് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വലിയൊരു റീജിയനിൽ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കൾച്ചറിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെഡറൽ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ കൾച്ചറാണ്. അപ്പോൾ ഒരു സെൻട്രൽ അതോറിറ്റിക്ക് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള രീതിയിൽ ഒരു പോളിസി ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു സ്വയം ഭരണാവകാശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെഡറൽ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ് ഇന്ത്യ ഗവൺമെൻറ്റിന് നല്ലത്. പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫെഡറൽ സ്ട്രക്ചർ അല്ല. കാരണം നമ്മൾ പറഞ്ഞു, ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ സെൻട്രൽ അതോറിറ്റിക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് ഈ യൂണിറ്റുകൾ കൊടുക്കുന്ന പവറാണ്. അതായത് റെസ്യൂജറി പവർ എന്ന് പറയുന്നത് ഈ യൂണിറ്റുകൾക്ക് കിട്ടണം, അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കരുത്. എന്നാൽ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ റെസ്യൂജറി പവേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ഫെഡറൽ പൊളിറ്റി അല്ല. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ പൊളിറ്റിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വിത്തൗട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇന്ത്യ ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഫ്രം ഫെഡറൽ ടു യൂണിറ്ററി. അതായത് എമർജൻസി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു ഫെഡറൽ ടൈപ്പ് ഓഫ് പൊളിറ്റി അല്ലെങ്കിൽ ഫെഡറൽ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു യൂണിറ്ററി ടൈപ്പായിട്ട് മാറും. അതായത് സംസ്ഥാനങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാസി ഫെഡറലാണ്. നോർമൽ ടൈമിലൊക്കെ ഒരു ഫെഡറൽ നേച്ചർ കാണിക്കുമെങ്കിൽ പോലും അത് എമർജൻസി സിറ്റുവേഷൻസിൽ അത് യൂണിറ്ററി ടൈപ്പിലേക്ക് മാറും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഓതറൈസ്ഡ് ടു റൺ ദ സ്റ്റേറ്റ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അതൊരു ടെമ്പററി ഓർഗനൈസേഷനാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് എത്ര തരത്തിലുണ്ട്? ഗവൺമെൻറ്റിനെ നമുക്ക് വളരെ ബ്രോഡായിട്ട് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതോറിറ്റേറിയൻ ഗവൺമെൻറ്റും ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റും. എന്താണ് അതോറിറ്റേറിയൻ ഗവൺമെൻറ്? അതോറിറ്റേറിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വില്ലിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഗവൺമെൻറ്റിനെയാണ് അതോറിറ്റേറിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് അതോറിറ്റേറിയൻ ഗവൺമെൻറ്റുകളുണ്ട്. ആബ്സലൂട്ട് മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, ടോട്ടലിറ്റേറിയനിസം. ആബ്സലൂട്ട് മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണമാണ്. അതിൽ റൂളർ ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു മോട്ടോ ആണ് ഒരു ആബ്സലൂട്ട് മൊണാർക്കി ഫോളോ ചെയ്യുന്നത്. എല്ലാം ഈ രാജാവിൽ നിന്നാണ് എല്ലാ അധികാരവും വരുന്നത്.
അതാണ് ആബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയുന്നത്. അത് ഹെറിഡിറ്ററി ആയിരിക്കാം. ആബ്സല്യൂട്ട് മൊണാർക്കിയിൽ ഈ ഭരണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഹെറിഡിറ്ററി ആയിരിക്കും. ദെൻ ഡിക്റ്റേറ്റർഷിപ്പാണ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന ഗവൺമെൻറ് ഏതുമായിക്കോട്ടെ, പക്ഷേ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഡിക്റ്റേറ്റർഷിപ്പിൽ ഈ നിലവിലുള്ള സിസ്റ്റത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ അധികാരവും ഒരാളിലേക്ക് ഒതുങ്ങുന്നതാണ് ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പോൾ ചിലപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കാം. അതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു റവല്യൂഷൻ വഴിയോ ഒക്കെ അധികാരം പിടിച്ചെടുക്കണം ഡിക്റ്റേറ്റർഷിപ്പ്. ആബ്സല്യൂട്ട് മൊണാർക്കിയും ഡിക്റ്റേറ്റർഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് മൊണാർക്കിയിൽ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഹെറിഡിറ്ററി ആയിട്ടാണെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പിൽ ഈ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരാൾ മരിച്ച് അയാളെ കൊന്നിട്ടൊക്കെ വേണ്ടി വരും ഈ പറയുന്ന അധികാരം വേറൊരാൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഹെറിഡിറ്ററി അല്ല, ഇറ്റ്സ് നോട്ട് ഹെറിഡിറ്ററി. ഇത് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ടോട്ടലിറ്റേറിയനിസമാണ്. ടോട്ടലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൺട്രോള് ചെലുത്തുക. അതിനെയാണ് ടോട്ടലിറ്റേറിയൻ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ് വിച്ച് അറ്റംപ്റ്റ്സ് ടു കൺട്രോൾ നിയർലി എവറി ആസ്പെക്ട് ഓഫ് പേഴ്സണൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ദ സിറ്റിസൺ. ഉദാഹരണത്തിന് ആദ്യത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ട് വന്നൊരു ഒരു ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിലവിലുള്ള സോഷ്യൽ സിസ്റ്റം മാറ്റിയിട്ട് വേറൊരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ടോട്ടലിറ്റേറിയൻ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. സോ അതോറിറ്റേറിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 3 തരത്തിലുണ്ട്: ആബ്സല്യൂട്ട് മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് ടോട്ടലിറ്റേറിയനിസം. അതിൻ്റെ നേരെ വിപരീതമാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനായത്ത ഭരണമാണ്. ജനായത്ത ഭരണം, റൂൾ ബൈ പീപ്പിൾ. ജനങ്ങൾ തന്നെയാണ് ജനങ്ങളെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതാണ്. അതാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് 2 രീതിയിലുണ്ട്: ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും. ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്? ഈ ചെറിയ രീതിയിലുള്ള വില്ലേജുകളൊക്കെ, ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ വില്ലേജുകളൊക്കെ ആണെങ്കിൽ സ്വയംഭരണാവകാശം ഉണ്ടായിരുന്ന സ്വരാജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ആ ജനങ്ങൾ തന്നെ കൂട്ടം കൂടി ഒരു സ്ഥലത്ത് കൂടി നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ തന്നെ തീരുമാനമെടുത്ത്, ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കുക. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവും, നേരിട്ട് ഇടപെടൽ ഉണ്ടാവുന്നതാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. എന്നാൽ ഈ ടെറിട്ടറി കൂടുകയും പോപ്പുലേഷൻ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിട്ട് മാറും. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരാൾ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കും. അതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ളത് ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഗവൺമെൻറ് എന്ന് പറയുന്നത് ബ്രോഡ്ലി നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അതോറിറ്റേറിയൻ ആൻഡ് ഡെമോക്രാറ്റിക്. ഇതിൽ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിനെ ആബ്സല്യൂട്ട് മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, ടോട്ടലിറ്റേറിയനിസം എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ നാരോ രീതിയിൽ അല്ലെങ്കിൽ നാരോ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഡെമോക്രസി എന്ന് പറയുന്നത് എ ഫോം ഓഫ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എ ഫോം ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റമോ ഒന്നും മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫാണ്. അതായത് നമ്മുടെ ജീവിത രീതി തന്നെ ഡെമോക്രാറ്റിക് ആയിട്ട് മാറണം. ആ രീതിയിലേക്ക് നമുക്ക് ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഡെമോക്രസി വേണം. രാജ്യമെന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റിനേക്കാൾ ഒരു കുടുംബത്തിൻ്റെ അകത്തും ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഗവൺമെൻറ് മാത്രമല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് കൂടിയാണ്. പിന്നെ ഡെമോക്രസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ബാലറ്റ് റീപ്ലേസസ് ബുള്ളറ്റ്. അതായത് ഒരു അതോറിറ്റേറിയൻ സിസ്റ്റത്തിൽ ഒരു അധികാരം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ അയാൾ മരണപ്പെടണം അല്ലെങ്കിൽ അയാളെ കൊല്ലണം. ഓക്കെ, ഇതാണ്
അതോറിറ്റേറിയൻ സിസ്റ്റത്തിൽ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ബാലറ്റിലൂടെയാണ്. വളരെ പീസ്ഫുള്ളിയാണ് അധികാരം ഒരു വിഭാഗം ജനങ്ങളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സോ ഇതൊക്കെയാണ് ഡെമോക്രസിയുടെ ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില ടേംസ് ആണ് അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്നതിന് അതോറിറ്റേറിയൻ ഡെമോക്രാറ്റിക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് രണ്ട് രീതിയിലുണ്ട്, ഡയറക്റ്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് അല്ലേ. ഇനി ഈ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിനെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ എന്താണ്? പാർലമെൻ്ററി മോഡൽ ഓഫ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് ഗവൺമെൻറ്റും. നമുക്കറിയാം റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റ്സിൻ്റെ രണ്ട് ഫോമാണിത് അല്ലേ. നമുക്കറിയാം സ്റ്റേറ്റ് എന്താണ്, ഗവൺമെൻറ് എന്താണെന്നറിയാം. ഇതിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റും ഉണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റും ഉണ്ട്. സോ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഹെഡും ഉണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഹെഡും ഉണ്ട്. ഇന്ത്യയിൽ പ്രസിഡൻ്റാണ് എന്ത്, ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും ഒരാളായി നിൽക്കുന്ന സിസ്റ്റമാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും രണ്ട് വ്യക്തികളാവുന്നതിലാണ്, അല്ലെങ്കിൽ രണ്ട് ആളുകളിലേക്ക് മാറി പോകുന്നതിനെയാണ് പാർലമെൻ്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഇൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇൻ പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് വൺ പേഴ്സൺ. ഒറ്റ ആളാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും വരുന്നത് ഇൻ പ്രസിഡൻഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഇൻ പാർലമെൻ്ററി റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആർ ഡിഫറെൻറ്റ് പേഴ്സൺസ്. അത് രണ്ട് വ്യക്തികളായിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രസിഡന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ സ്റ്റേറ്റിനെയാണ്. പ്രൈം മിനിസ്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നതോ ഇന്ത്യൻ ഗവൺമെൻറ്റിനെയാണ്. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, അത് മനസ്സിലാക്കുക. സോ ഈ പറയുന്ന പാർലമെൻ്ററി ഫോം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിപ്പബ്ലിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇതിൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആളാണെങ്കിലാണ് അതിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കുക, ഒരു ഗവൺമെൻറ്റിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. അല്ല, ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പൊസിഷനാണെങ്കിൽ, ലൈക്ക് UK, യുണൈറ്റഡ് കിങ്ഡം, അവിടെ ക്യൂനാണല്ലോ. അപ്പോൾ അതുപോലെ വരുന്നതാണെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വിളിക്കാം. അതായത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഹെറിഡിറ്ററി ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതും. എന്നാൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്, ജനങ്ങൾ വഴി തിരഞ്ഞെടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും ജനങ്ങൾ വഴി തിരഞ്ഞെടുക്കുന്ന ആളാണ്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഈ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്, ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എന്നുള്ളതിൽ. ഇതിൽ ഈ ലാസ്റ്റ് സ്ലൈഡ് നമുക്ക് ഒന്നുകൂടെ പറയാം. ഗവൺമെൻറ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓതറൈസ്ഡ് ടു റൺ ദ സ്റ്റേറ്റ് ആണ്. ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം, അതോറിറ്റേറിയൻ ഗവൺമെൻറ് ആവാം, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആവാം. അതോറിറ്റേറിയൻ ഗവൺമെൻറ് ഡസ് നോട്ട് കൺസിഡേഴ്സ് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ബട്ട് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റോ അതെന്താണ്, റൂൾ ബൈ ദ പീപ്പിളാണ്, ജനങ്ങൾ ഭരിക്കുന്നതാണ് ഡെമോക്രാറ്റിക്. അത് രണ്ടായിട്ടുണ്ട്, ഡയറക്റ്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് രണ്ട് രീതിയിലുണ്ട്, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. അതിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും രണ്ട് ഇൻഡിവിജ്വലാണ്. എന്നാൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്, അതായത് അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ
ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക എന്ന് പറയുന്ന സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും. എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് തന്നെ രണ്ട് രീതിയിൽ വരുന്നു, റിപ്പബ്ലിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റുള്ള സ്റ്റേറ്റിനെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി പൊസിഷനായിട്ട് നിൽക്കുന്നതിനെയാണ്. അത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ UK ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതിൽ ഡെമോക്രസിയിൽ ഡയറക്റ്റ് ഡെമോക്രസിയും റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയും എന്ന് പറഞ്ഞു. ഇതിൽ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ചില വാക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇനീഷ്യേറ്റീവാണ്. ഡയറക്റ്റ് ഡെമോക്രസിയുടെ ക്യാരക്ടേഴ്സാണ് ഇനീഷ്യേറ്റീവ്. സാധാരണ രീതിയിൽ നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം, അതായത് നമുക്ക് പരിചിതമായ സിസ്റ്റത്തിലൊക്കെ ഒരു നിയമം മുന്നോട്ട് കൊണ്ടുവരുന്നത് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അവരാണ് ഈ പറയുന്ന നിയമസഭകളിലൊക്കെ ഇതിൻ്റെ ബില്ലുകൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ജനങ്ങൾക്ക് നേരിട്ട് ഈ നിയമം ഉണ്ടാക്കുന്നതിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിനാണ് ഇനീഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു പോയിൻ്റാണ് റഫറൻഡം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയുടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റഫറൻഡം എന്ന് പറയുന്നത്. റഫറൻഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീറ്റോ ബൈ പീപ്പിൾ ആണ്. അതായത് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽ വേണോ വേണ്ടയോ എന്നുള്ളത്. എന്നാൽ പാർലമെൻറ്റിൽ അതൊക്കെ നമ്മുടെ ഒഫീഷ്യലായുള്ള പൊസിഷൻസ് ഉണ്ട്. പ്രസിഡൻറ്റിനെ പോലെയുള്ള പൊസിഷൻസ് ഉണ്ട്. വീറ്റോ ചെയ്യുകയോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അതിന് കൃത്യമായ പൊസിഷൻസ് ഉണ്ട്. എന്നാൽ ഡയറക്റ്റ് ഡെമോക്രസിയിൽ റഫറൻഡം എന്ന് പറയുന്നത് എന്താണ്? വീറ്റോ ബൈ പീപ്പിളാണ്. ജനങ്ങളാണ് യെസ് ഓർ നോ എന്നുള്ളതിൽ വരുന്നത്. ഒരു ലെജിസ്ലേറ്റീവ് പ്രപ്പോസലിന് വേണ്ടിയുള്ളതാണ് റഫറൻഡം. വേറെ ഒന്ന് റീകോളാണ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്കാണ് റീകോൾ. റീകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊപ്പോസൽസ് അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില പൊസിഷനിലിരിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ റീകോൾ ചെയ്യുക. അവർ കൃത്യമായിട്ട് ചില ഒഫീഷ്യൽസ് ഇവരൊന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരെ ജനങ്ങൾക്ക് അവരുടെ പൊസിഷനിൽ നിന്ന് റീകോൾ ചെയ്യാൻ സാധിക്കും. റീകോൾ ചെയ്യുക, അത് ജനങ്ങൾക്ക് ഡയറക്റ്റ് അധികാരം കൊടുക്കുകയാണ് റീകോൾ എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കൺസെപ്റ്റാണ് പ്ലെബിസൈറ്റ് എന്ന് പറയും. പ്ലെബിസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫറൻഡം എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. റെഫറൻഡം എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് പ്രപ്പോസലിൻ്റെ മുകളിൽ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. എന്നാൽ പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ ജനങ്ങൾ അഭിപ്രായം ചോദിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ. ഓക്കെ, സോ ഇത്രയാണ് ഡയറക്റ്റ് ഡെമോക്രസിയിലെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. ഒന്നാമത്തത് ഇനീഷ്യേറ്റീവ്, രണ്ടാമത്തത് റെഫറൻഡം, 3 റീകോൾ, 4 പ്ലെബിസൈറ്റ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.